PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 7 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കാം. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് 2026 ജനുവരി 7 ഏത് രാജ്യമാണ് പിന്മാറിയത്? USA. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട 37 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് 2026 ജനുവരി 7 ഏത് രാജ്യമാണ് പിന്മാറിയത്? USA. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക ക്ഷേമത്തിനും പരമാധികാരത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവയാണ് ഈ സംഘടനകളെന്ന് കുറ്റപ്പെടുത്തിയാണ് പിന്മാറ്റം. അപ്പോൾ അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കും ദേശീയ സുരക്ഷയ്ക്കും സാമ്പത്തിക ക്ഷേമത്തിനും പരമാധികാരത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവയാണ് ഈ സംഘടനകളെന്ന് കുറ്റപ്പെടുത്തിയാണ് പിന്മാറ്റം. ട്രംപ് സർക്കാരിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിൻ്റെ ഭാഗമായാണ് നടപടി. UN-ന്റെ പ്രധാന കാലാവസ്ഥാ ഉടമ്പടികൾ, കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള ഇന്റർ ഗവൺമെന്റൽ പാനൽ, UN സാമ്പത്തിക സാമൂഹിക സമിതി, UN പോപ്പുലേഷൻ ഫണ്ട് തുടങ്ങിയവ പട്ടികയിലുണ്ട്. അപ്പോൾ ട്രംപ് സർക്കാരിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിൻ്റെ ഭാഗമായാണ് നടപടി. UN-ന്റെ പ്രധാന കാലാവസ്ഥാ ഉടമ്പടികൾ, കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനുള്ള ഇന്റർ ഗവൺമെന്റൽ പാനൽ, UN സാമ്പത്തിക സാമൂഹിക സമിതി, UN പോപ്പുലേഷൻ ഫണ്ട് തുടങ്ങിയവ പട്ടികയിലുണ്ട്. ഇവയിൽ പലതിനും കൂടുതൽ സാമ്പത്തിക സഹായം നൽകി വരുന്നത് US ആണെന്നിരിക്കെ അവയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടേക്കാം. അപ്പോൾ ഇവയിൽ പലതിനും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് US ആയതിനാൽ അവയുടെ പ്രവർത്തനം ചിലപ്പോൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അടുത്തിടെ ആരംഭിച്ച പദ്ധതികൾ. നാരങ്ങ മിഠായി, വിഷയാധിഷ്ഠിത കാഴ്ചകൾ. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അടുത്തിടെ ആരംഭിച്ച പദ്ധതികൾ. നാരങ്ങ മിഠായി, വിഷയാധിഷ്ഠിത കാഴ്ചകൾ. കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങമിഠായി. ഓരോ ആശയം മുൻനിർത്തി വിദ്യാലയങ്ങളിൽ വിഷയാധിഷ്ഠിത ആഴ്ചകൾ ആചരിക്കുന്നതാണ് രണ്ടാമത്തേത്. ശകാരിക്കാത്ത വാരം, അഭിനന്ദന വാരം, ഡിജിറ്റൽ അടിമത്തം ഉപേക്ഷിക്കൽ വാരം, നന്ദി പ്രകടന വാരം തുടങ്ങിയവയാണ് ഈ പദ്ധതിയിലുള്ളത്. ഓക്കെ, അപ്പോൾ കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് ഏത്? നാരങ്ങമിഠായി. ഓരോ ആശയം മുൻനിർത്തി വിദ്യാലയങ്ങളിൽ വിഷയാധിഷ്ഠിത ആഴ്ചകൾ ആചരിക്കുന്നതാണ് രണ്ടാമത്തേത്. ശകാരിക്കാത്ത വാരം, അഭിനന്ദന വാരം, ഡിജിറ്റൽ അടിമത്തം ഉപേക്ഷിക്കൽ വാരം, നന്ദി പ്രകടന വാരം തുടങ്ങിയവയാണ് ഈ പദ്ധതിയിലുള്ളത്. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? PSLV-C 62. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണ ദൗത്യം ഏതായിരുന്നു? PSLV-C 62. വിദേശത്തു നിന്നുള്ളവ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങൾ വഹിച്ച ഈ ദൗത്യം പരാജയപ്പെട്ടു. ആദ്യ 2 ഘട്ടവും കൃത്യമായി പ്രവർത്തിച്ച ശേഷം 3-ാം ഘട്ടം പരാജയപ്പെടുകയായിരുന്നു. PSLV-യുടെ തുടർച്ചയായ 2ാം പരാജയമാണിത്. ഓക്കെ, അപ്പോൾ വിദേശത്തു നിന്നുള്ളവ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങൾ വഹിച്ച ഈ ദൗത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആദ്യ 2 ഘട്ടവും കൃത്യമായി പ്രവർത്തിച്ച ശേഷം 3-ാം ഘട്ടത്തിലെത്തിയപ്പോഴാണ് പരാജയപ്പെട്ടത്. PSLV-യുടെ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ പരാജയം കൂടിയാണിത്. 2025 മെയ് 18 നടന്ന PSLV-C 61 ദൗത്യവും സമാനമായ സാഹചര്യത്തിൽ പരാജയപ്പെട്ടിരുന്നു. 1993 തുടങ്ങിയ PSLV-യുടെ കുതിപ്പിൽ ഇതുവരെ 64 വിജയവും 4 പരാജയവും സംഭവിച്ചു. 2017 ഒറ്റ കുതിപ്പിന് 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് ലോക റെക്കോർഡ് നേടിയ റോക്കറ്റാണ് PSLV. അപ്പോൾ 2025 മെയ് 18 നടന്ന PSLV-C 61 ദൗത്യം സമാനമായ സാഹചര്യത്തിൽ പരാജയപ്പെട്ടിരുന്നു. 1993 തുടങ്ങിയ PSLV-യുടെ കുതിപ്പിൽ ഇതുവരെ 64 വിജയവും 4 പരാജയവും സംഭവിച്ചു. 2017 ഒറ്റ കുതിപ്പിന് 104 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് ലോക റെക്കോർഡ് നേടിയ റോക്കറ്റാണ് ഏത്? PSLV. തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ DRDO മഹാരാഷ്ട്രയിലെ അഹില്യാനഗറിലുള്ള KK റേഞ്ചസിൽ വിജയകരമായി പരീക്ഷിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച 3ാം തലമുറ പോർട്ടബിൾ ടാങ്ക് വേദ മിസൈൽ DRDO മഹാരാഷ്ട്രയിലെ അഹില്യാനഗറിലുള്ള KK റേഞ്ചസിൽ വിജയകരമായി പരീക്ഷിച്ചു. ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB ചെയർമാനായി നിയമിക്കപ്പെട്ട മലയാളി AK ബാലസുബ്രഹ്മണ്യൻ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB ചെയർമാനായിട്ട് നിയമിക്കപ്പെട്ട മലയാളി AK ബാലസുബ്രഹ്മണ്യൻ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. AK ബാലസുബ്രഹ്മണ്യൻ. പാലക്കാട് അയിലൂർ സ്വദേശിയാണ് ഇദ്ദേഹം കേട്ടോ. അപ്പോൾ പാലക്കാട് ജില്ലയിലെ
ഐലൂർ സ്വദേശിയാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ പുതിയ US സ്ഥാനപതി സെർജിയോ ഗോർ. ഇന്ത്യയിലെ പുതിയ US സ്ഥാനപതി സെർജിയോ ഗോർ. ഓക്കെ, ഇദ്ദേഹമാണ് സെർജിയോ ഗോർ. ഓക്കെ. മുൻ രാജ്യസഭാ അംഗം കൂടിയായ അടുത്തിടെ അന്തരിച്ച മലയാളി തോമസ് കുതിരവട്ടം, 80 വയസ്സ്. ഓക്കെ. മുൻ രാജ്യസഭാ അംഗവും കൂടിയായ അടുത്തിടെ അന്തരിച്ച മലയാളി തോമസ് കുതിരവട്ടം. രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് നടന്ന വിവാദം സൃഷ്ടിച്ച ബൊഫേഴ്സ് തോക്കിടപാടിനെ പറ്റി അന്വേഷിച്ച ബി ശങ്കരാനന്ദ് അധ്യക്ഷനായ 30 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഇദ്ദേഹം. KG അടിയോടി, BB അബ്ദുള്ള കോയ എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ മറ്റ് 2 മലയാളികൾ. ഓക്കെ. അപ്പോൾ മുൻ രാജ്യസഭാ അംഗം കൂടിയായ അടുത്തിടെ അന്തരിച്ച മലയാളിയാണ് തോമസ് കുതിരവട്ടം. ഇദ്ദേഹം രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലത്ത് നടന്ന വിവാദം സൃഷ്ടിച്ച ബൊഫേഴ്സ് തോക്കിടപാടിനെ പറ്റി അന്വേഷിച്ച ബി ശങ്കരാനന്ദ് അധ്യക്ഷനായ 30 അംഗ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ അംഗമായിരുന്നു. KG അടിയോടി, BB അബ്ദുള്ള കോയ എന്നിവരായിരുന്നു കമ്മിറ്റിയിലെ മറ്റ് 2 മലയാളികൾ. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു അഥവാ ബാക്ടീരിയയുടെ പേരാണ് ബാസിലസ് സബ്റ്റിലിസ്. കേരളത്തിലെ ഔദ്യോഗിക സൂക്ഷ്മാണുവിൻ്റെ പേര് ബാസിലസ് സബ്റ്റിലിസ്. 2026 ജനുവരി 23-നാണ് കേരളം ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ചത്. ഇതോടെ സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കൂടിയായി കേരളം. മണ്ണിലും ജലത്തിലും ഭക്ഷണ പദാർത്ഥങ്ങളിലും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കുടലിലും കാണപ്പെടുന്നതും ഏറെ പഠന വിധേയമായതുമായ ബാക്ടീരിയയാണിത്. അപ്പോൾ 2026 ജനുവരി 23-നാണ് കേരളം ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ചത്. ഇതോടെ സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കൂടിയായിട്ട് കേരളം മാറി. മണ്ണിലും ജലത്തിലും ഭക്ഷണ പദാർത്ഥങ്ങളിലും മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും കുടലിലും കാണപ്പെടുന്നതും ഏറെ പഠന വിധേയമായതുമായ ബാക്ടീരിയയാണിത്. 2012 ഒക്ടോബർ 18 പ്രഖ്യാപിച്ച ലാക്ടോബാക്സിലസ് ഡെൽബുറുക്കി സബ് സ്പീഷ്യസ് എന്നായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയില്ല. ബൾഗാരിക്കസ് ആണ് ഇന്ത്യയുടെ ദേശീയ സൂക്ഷ്മാണു കേട്ടോ. അപ്പോൾ 2012 ഒക്ടോബർ 18 പ്രഖ്യാപിക്കപ്പെട്ട ലാക്ടോബാസിലസ് ഡെൽബുർക്കി സബ് സ്പീഷ്യസ് എന്നായിരിക്കുന്നു നമുക്ക് വിശ്വസിക്കാം കേട്ടോ. അങ്ങനെ ആയിരിക്കും. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്യണേ. അപ്പോൾ ലാക്ടോബാസിലസ് ഡെൽബുർക്കി സബ് സ്പീഷ്യസ് ബൾഗാരിക്കസ് ആണ് ഇന്ത്യയുടെ ദേശീയ സൂക്ഷ്മാണു കേട്ടോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്ന് അറിയില്ല, അറിയുന്ന പോലെ പറഞ്ഞതാണ്. അപ്പോൾ ആർക്കെങ്കിലും കറക്റ്റ് ചെയ്യാൻ അറിയുമെങ്കിലും പറയാം കേട്ടോ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന കൃതിക്കാണ് പുരസ്കാരം നേടിയത് കേട്ടോ. അപ്പോൾ 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന കൃതിക്കാണ് പുരസ്കാരം. മഹാകവി G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ ഈ പുരസ്കാരം 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ്. അപ്പോൾ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മഹാകവി G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ പുരസ്കാരം 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ്. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനു വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ. നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ടായ ഗ്രോക്കിനു വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ. യാഥാർത്ഥ്യമെന്ന് തോന്നും വിധമുള്ള വ്യാജ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ പേരിലാണ് വിലക്ക്. യാഥാർത്ഥ്യമെന്ന് തോന്നും വിധമുള്ള വ്യാജ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ പേരിലാണ് വിലക്ക്. 2026 അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗുജറാത്ത്. 2026 അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം ഗുജറാത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO ഓഫീസ് 2026 ജനുവരി 14 മുതൽ എവിടേക്കാണ് മാറ്റിയത്? സെൻട്രൽ വിസ്കയിലേക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് 2026 ജനുവരി 14 മുതൽ എവിടേക്കാണ് മാറ്റിയത്? സെൻട്രൽ വിസ്കയിലേക്ക്. സ്വാതന്ത്ര്യപ്രാപ്തി മുതൽ സൗത്ത് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് മാറ്റിയത്. സേവാ തീർത്ത് 1 എന്നാണ് പേര്. സ്വാതന്ത്ര്യപ്രാപ്തി മുതൽ സൗത്ത് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് മാറ്റിയത്. സേവാ തീർത്ത് 1 എന്നാണ് പേര്. സെൻട്രൽ വിസ്തയിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ മാറ്റിയ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് സേവാ തീർത്ത് 2 എന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഓഫീസ് സേവാ തീർത്ത് 3 എന്നുമാണ് അറിയപ്പെടുക. അപ്പോൾ സെൻട്രൽ വിസ്തയിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ മാറ്റിയ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് സേവാ തീർത്ത് 2 എന്നും സേവാ തീർത്ത് 2 എന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ഓഫീസ് സേവാ തീർത്ത് 3 എന്നുമാണ് അറിയപ്പെടുക. എല്ലാ ഓഫീസുകളും മാറ്റുന്നതോടെ സൗത്ത് ബ്ലോക്ക് മ്യൂസിയം ആക്കി മാറ്റും. അപ്പോൾ എല്ലാ ഓഫീസുകളും മാറ്റുന്നതോടെ സൗത്ത് ബ്ലോക്ക് മ്യൂസിയം ആക്കി മാറ്റും. ഇതൊക്കെ EP രാജഗോപാലൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു ബോക്സിൽ ചെറിയ ജീനിയസ് ചിമ്പാൻസി എന്താണ് അതിനെപ്പറ്റി പറയുന്നത് നോക്കാം. അസാമാന്യ ബുദ്ധി വൈഭവം കൊണ്ട് മനുഷ്യകുലത്തെ അതിശയിപ്പിച്ച ജപ്പാനിലെ ചിമ്പാൻസി വിട ചൊല്ലി. പേര് ആയി. അപ്പോൾ അസാമാന്യ ബുദ്ധി വൈഭവം കൊണ്ട് മനുഷ്യകുലത്തെ അതിശയിപ്പിച്ച ജപ്പാനിലെ ചിമ്പാൻസി വിട ചൊല്ലി. അതിൻ്റെ പേര് ആയി. പ്രൈമേറ്റുകളുടെ ബുദ്ധിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കിയ ഈ പെൺ ചിമ്പാൻസി 49-ാം വയസ്സിലാണ് വിട പറഞ്ഞത്. ആയി എന്നാൽ ജപ്പാനീസ് ഭാഷയിൽ സ്നേഹം എന്നാണ് അർത്ഥം. അപ്പോൾ പ്രൈമേറ്റുകളുടെ ബുദ്ധിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കിയ ഈ പെൺ ചിമ്പാൻസി 49-ാം വയസ്സിലാണ് വിട പറഞ്ഞത്. ആയി എന്നാൽ ജപ്പാനീസ് ഭാഷയിൽ സ്നേഹം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിൽ അറിയിക്കാം. നമ്മൾ അതുപോലെ മോക്ക് ടെസ്റ്റുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അത് തീരെ വൈകാതെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.